ട്രാവൽ ആൻഡ് കുക്കിംഗ് വിത്ത് JP എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോഷി പൂവത്തുങ്കൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാചകത്തിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഒരു വളരെ സ്വാദിഷ്ടമായ ഒരു ഉഴുന്നുവടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കാര്യം വീണ്ടും ഒന്ന് ഓർമ്മിച്ചോട്ടെ, ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കാപ്പിക്കപ്പിന് 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് US അളവിലാണെങ്കിൽ, അതായത് ഈ ഔൺസിൻ്റെ അളവിലാണെങ്കിൽ 24 ഔൺസ് അല്ലെങ്കിൽ അത് 3 കപ്പ് വരും. ഉഴുന്ന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് കഴുകിയ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഉഴുന്ന് നേക്കാൻ മാത്രം വെള്ളമൊഴിച്ച് 3-4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. അപ്പോൾ ഈ ഉഴുന്ന് ഒരു 3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി ഊറ്റിക്കളഞ്ഞിട്ട് അത് നേക്കാൻ മാത്രം വെള്ളമൊഴിച്ച് ഇനി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് കുതിർക്കാൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ ഒരു കഷ്ണവും ഒരു പച്ചമുളകും ചേർത്ത് ബാച്ചായി അരച്ചെടുക്കണം. ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ അരയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ബാച്ചായി അരച്ചെടുക്കണം. വെള്ളം പരമാവധി ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ആവശ്യമെങ്കിൽ മാത്രം 1 സ്പൂൺ വെള്ളം ചേർക്കാം. വെള്ളം പരമാവധി ചേർക്കാതെ അരയ്ക്കുന്നത് കൊണ്ടാണ് ചെറിയ ബാച്ചുകളായി അരച്ചെടുക്കുന്നത്. അരയ്ക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അധികം വെള്ളം ചേർക്കാത്തതുകൊണ്ട് നല്ലപോലെ അരയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പക്ഷേ ഇത് നല്ലതുപോലെ അരയണമെന്നില്ല, വളരെ ചെറിയ തരി ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ഉഴുന്ന് പല ബാച്ചുകളായിട്ട് ഒരല്പാൽപ്പം വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 തരത്തിലുണ്ടാക്കാം. ഇപ്പം വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒരു 5 മിനിറ്റ് ഇത് അടിച്ചിട്ട് അന്നേരം വേണേൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ വെച്ച് ചെറുതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങിക്കഴിയുമ്പോഴത്തേനും നമുക്കുണ്ടാക്കാം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു 4 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ടാണ്. ഓവൻ ഒരു 200 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഓവൻ ഓഫാക്കിയിട്ട് 4 മണിക്കൂർ ഓവനകത്ത് അത് പുളിച്ച് പൊങ്ങാൻ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇനി നിങ്ങൾക്ക് അന്നേരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ, കൈകൊണ്ട് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ അടിച്ച് നല്ലപോലെ എയറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത് കണ്ടോ, നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരു വളരെ കുറച്ചൊന്ന് അത് ഒന്ന് അരയാൻ വേണ്ടി, മിക്സിയിൽ നിന്ന് കറങ്ങാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തു. കാരണം നമ്മൾ ഇതിനകത്തോട്ട് 1 മുളകും 1/2 ഇഞ്ച് കനമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇട്ടായിരുന്നു. അപ്പോൾ അത് എല്ലാമായിട്ട് മിക്സ് ചെയ്യാനും, പിന്നെ പല ബാച്ചുകളായിട്ട് അരച്ചെടുത്തുകൊണ്ട് ഓരോ ബാച്ചിൻ്റെയും കൺസിസ്റ്റൻസിയിലെ ചെറിയ വ്യത്യാസം കാണും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇത് ഒരു 4 മണിക്കൂർ ഓവൻ ചെറുതായിട്ട് ചൂടാക്കി ഓവനകത്ത് വെക്കാൻ പോവുകയാണ്. ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ തുടങ്ങാൻ. ആ ഉഴുന്നുവടയുടെ മാവ് മാറ്റി വെച്ചിട്ട് പുളിക്കാൻ വേണ്ടി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി ഇതിലേക്ക് ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ കേട്ടോ, കൂടുതലായി പോകരുത്. പിന്നെ 7 കാന്താരി മുളക് അരിഞ്ഞു വെച്ചത്, അത് വലിയ മുളകാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. ഇത് ചെറിയ കാന്താരി മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം എടുത്തത്. ഒരു 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു മീഡിയം സവോള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, 1 ടീസ്പൂൺ സാമ്പാർ പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം.
ഇതിൽ സാമ്പാർ പൊടിയും കുരുമുളക് പൊടിയും ഓപ്ഷണലാണ് കേട്ടോ. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സാമ്പാർ പൊടി ഇടുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിന്. അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഇനി ഇത് സ്പൂണ് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതുകൊണ്ട് ഇനി ഒരു കുഴിവുള്ള പാത്രത്തിൽ ഉഴുന്നുവട മുങ്ങിക്കിടക്കാൻ മാത്രം എണ്ണയൊഴിച്ച് ചൂടാകാൻ വെക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. ഹൈയിലിട്ടാൽ ഉഴുന്നുവടയുടെ ഉള്ളു വേകുകയില്ല, പുറം കരിഞ്ഞും പോകും. എണ്ണ ചൂടായെന്നറിയാൻ ഒരല്പം മാവ് എടുത്തിട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. അപ്പോഴത് പൊങ്ങി വരണം. ഇതുപോലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഒരു പിടി മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടുവിരൽ വെള്ളത്തിൽ മുക്കി ചൂണ്ടുവിരൽ കൊണ്ട് നടുക്കൊരു തുളയിടുക. എന്നിട്ട് അത് എണ്ണയിലേക്ക് പതിയെ ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെ ഒരു പിടി മാവെടുത്ത് കയ്യിലിട്ട് നല്ല ഒരു ഉരുളയാക്കിയിട്ട് ചൂണ്ടുവിരൽ വെള്ളത്തിൽ നനച്ച് നടുക്കൊരു തുളയിട്ട് എണ്ണയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതുപോലെ ഉരുളയാക്കി ചൂണ്ടുവിരൽ നനച്ച് നടുക്ക് തുളയിട്ട് പതിയെ എണ്ണയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത് വലിയ പാത്രമായതുകൊണ്ട് നമുക്ക് ഒരേ സമയം ഒരു 4-5 എണ്ണം വരെ ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്ന് മറിച്ചിടുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേകുകയില്ല, പുറം കരിഞ്ഞും പോകും. എന്നിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേനും ഇത് കുക്കായി, ഉള്ളു നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഉഴുന്നുവട ഒരു ബ്രൗൺ കളറായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ കോരി മാറ്റി വയ്ക്കാം. അതുപോലെ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. കയ്യിലെടുത്ത് ഒരു ഉരുളയായിട്ട് ഉരുട്ടിയിട്ട് കൈ വെള്ളത്തിൽ മുക്കി നടുക്കൊരു തുളയിട്ട് അതിനകത്തോട്ടിടുന്നു. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ചുട്ടെടുക്കാം. ഇതാ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇവിടെ കംപ്ലീറ്റ് റെഡിയായിരിക്കുകയാണ്. ഇത് മുറിക്കുമ്പോൾ തന്നെ നമുക്കത് എത്ര ക്രിസ്പി ആണെന്നുള്ള ആ സൗണ്ട് കേൾക്കാം. ഇത് പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഇരിക്കുന്ന മുന്തിരി ചമ്മന്തിയുടെ കൂട്ടത്തിലോ തേങ്ങാ ചമ്മന്തിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇത് തന്നെയായിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ്.